ഇറാൻ ഇപ്പം ആർക്കും വഴങ്ങിക്കൊടുക്കുന്നില്ല, ആരുടെയും ഒത്താശയും വേണ്ട എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പാകിസ്ഥാൻ്റെ ഇടപെടലൊക്കെ തന്നെ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുക. പാകിസ്ഥാൻ്റെ ശ്രമവും അങ്ങനെ വിഫലമായിരിക്കുകയാണ്. പാകിസ്ഥാനെ കൂട്ടുകൂടാൻ കൊള്ളില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇറാൻ അങ്ങനെ ഇത്തരത്തിൽ വളരെ തൻ്റെയിടത്തോടുകൂടി ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ അത് ട്രംപിനെ ഒന്നുകൂടെ അരിശം കൊള്ളിക്കുന്നതായിരിക്കും. അദ്ദേഹം ഇപ്പം തന്നെ അരിശം കൊണ്ടു കഴിഞ്ഞു. കാരണം ഇതൊന്നും നടക്കാൻ പോകില്ലെന്നറിയാം. നടക്കാത്ത സ്വപ്നം എന്നുള്ള നേരില്ല. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന 15 വ്യവസ്ഥകളുണ്ടല്ലോ. ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രത്തിനൊന്നല്ല, ഒരു നിലനിൽപ്പ് ആവശ്യപ്പെടുന്ന, നിലനിൽപ്പിന് വേണ്ടി കൊതിക്കുന്ന, അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആ നിലനിൽപ്പ് ആവശ്യമുള്ള ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതായത് അതിനൊരു സ്വാതന്ത്ര്യമില്ലാതെ അതിൻ്റെ കൈയും കാലും കെട്ടിയിടുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വന്നിട്ടുണ്ട്. അവിടുത്തെ ആറ്റോമിക് റിയാക്ടറുകളുടെ എല്ലാം പ്രവർത്തനം പാടെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ ഊർജ ആവശ്യത്തിന് പോലും അത് ഉപയോഗിച്ചുകൂടാ. ഹോർമൂസ് കടലിൻ്റെ താക്കോൽ ഞങ്ങൾക്കും കൂടി കൈമാറണം എന്നാണ് മറ്റൊരാവശ്യം. എണ്ണ സമ്പത്ത് മുഴുവൻ ഞങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ അതിമോഹത്തിൻ്റെ ദുരന്ത ഫലമാണ് ഈ യുദ്ധം. ഇതിനും കൂടുതൽ വഷളാവാൻ പോവുകയാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഇറാനെ യുദ്ധം ചെയ്യാതെ കീഴടക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തിയിട്ട് ചെയ്തത്. പാകിസ്ഥാനോട് ചിലത് ആവശ്യപ്പെടുകയാണെന്ന് വ്യക്തമാക്കുന്നത്. കാരണം ഈ ചർച്ചകളിലൊന്നും ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന സത്യം ഇസ്രായേൽ പങ്കെടുത്തിട്ടില്ല, US-ൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. US-ൻ്റെ പ്രതിനിധിയാണെങ്കിൽ അവരുടെ വിദേശകാര്യങ്ങൾ നോക്കുന്ന മാർക്കോ റൂബിയോ ആയിരിക്കണം പങ്കെടുക്കേണ്ടത്. അദ്ദേഹം അമേരിക്കയിൽ തന്നെ ഉണ്ട്. ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഈജിപ്റ്റ് പങ്കെടുത്തിട്ടുണ്ട്. ഈജിപ്റ്റ്, തുർക്കി, പാകിസ്ഥാൻ പ്രതിനിധികളെല്ലാം കൂടി അവിടെ ഒരു ഷാഡോ ചർച്ചയാണ് നടന്നിരിക്കുന്നത്, ഒരു നെൽ ചർച്ച. അത് യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ല. ഇറാൻ്റെ ഒരു പ്രതിനിധി ഇല്ലാതെ എങ്ങനെയാണ് അവിടെ സമാധാനം ഉണ്ടാവുക? സമാധാനം ഉണ്ടാവുമെങ്കിൽ ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തയ്യാറാണ്, അമേരിക്കയുമായി ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഈ പാകിസ്ഥാനെ ആസ്ഥാനമാക്കി വെച്ചുള്ള, വേദിയാക്കി വെച്ചുള്ള ചർച്ചകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിൻ്റെ ഫലമായിട്ട് അവർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഈ 9 കോടി വരുന്ന ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ആവാത്തതാണ്. യുദ്ധത്തേക്കാൾ ഭീകരമായിട്ട് ഞങ്ങളെ മുറിവേൽപ്പിക്കുന്നതും ഞങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുണയുണ്ടെങ്കിൽ അമേരിക്ക നേരിട്ട് വരണം ചർച്ചകൾക്ക്. മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് ചർച്ച നടത്താം. അങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ പെട്ടെന്നൊരു യുദ്ധം നടത്തിക്കൊണ്ട് ഇസ്രായേലും അമേരിക്കയും വൻ ചതിച്ചത്. അതുകൊണ്ട് നമുക്ക് ചർച്ച ഇനിയും തുടരാം. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാണ്. മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാം. അമേരിക്ക വരട്ടെ. ഞങ്ങളൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ യുദ്ധം ചെയ്തുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണൊന്ന്. അതിൽ പരമപ്രധാനമായിട്ടുള്ള ഒന്ന്, ഞങ്ങൾക്കെതിരെ ഇനിയും യുദ്ധം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറഞ്ഞാൽ പോരാ, എഴുതി തന്നെ ഒപ്പിട്ട് കിട്ടണം എന്നുള്ളതാണ്. ഈ 2 പ്രധാന ഡിമാൻഡുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഡിമാൻഡുകളും അമേരിക്കയും അംഗീകരിക്കുന്നില്ല. ആ ചർച്ച എന്ന് പറയുന്നതും പാകിസ്ഥാൻ ഈ കാണിച്ച ആവേശവും ഒക്കെ വെറും വ്യായാമം മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ വെച്ച് അതിനെ നേരിടാം ചർച്ചകളിലൂടെ എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്ലാൻ. പക്ഷേ പാകിസ്ഥാൻ്റെ മധ്യസ്ഥ ശ്രമം എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മറ്റു പലരും ഒന്നും അംഗീകരിക്കണമെന്നില്ല. കാരണം അവരൊരു തീവ്രവാദത്തിലൂടെ പോകുന്നവരാണ്. പാകിസ്ഥാന്റെ തനി ഗുണം ഇന്ത്യ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അവർ പോക്രിസ്ഥാൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ പോക്കറുകൾ മധ്യസ്ഥരായിട്ടൊരു ചർച്ച നടത്തുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല, ഇറാൻ അംഗീകരിക്കുകയുമില്ല എന്നുള്ള ഉരുത്തിരിഞ്ഞ സത്യം. വാസ്തവത്തിൽ ഇപ്പോൾ പാകിസ്ഥാനോ അങ്ങനെയുള്ള രാജ്യങ്ങളോ ഒന്നും ഇടപെട്ടാൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. ഈവൻ ഇന്ത്യ പോലും ഇടപെടാൻ മടിക്കുന്നത് അത് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുക വളരെ ദുഷ്കരമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇടപെടാതെ നിൽക്കുന്നത്. വേണ്ടിടത്ത് ഇടപെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ നാവികസേന. മറുപടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലേക്കുള്ള LPG 2000 ടാങ്കുകളോളം അവിടെ കെട്ടിക്കിടക്കുകയാണ്. 2000 ടാങ്കറുകളിൽ കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ വിതരണം നടന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി ഗുരുതരമാവും. ലോകത്തിൻ്റെ സ്ഥിതി അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ തുല്യശക്തിയായിട്ട് എതിർവശത്തിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ രാഷ്ട്രമെന്ന് പറഞ്ഞാൽ റഷ്യയാണ്. ഇത് അമേരിക്ക അംഗീകരിക്കുന്നുണ്ട്. അതാണ് വലിയൊരു രസം. അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് റഷ്യയുടെ എണ്ണ ക്യൂബയിലേക്ക് വിട്ടോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ റഷ്യയുടെ മുമ്പിൽ ഇവർ പിൻവാങ്ങുന്നുണ്ട്. റഷ്യയുടെ എണ്ണ വാങ്ങിച്ചോളാൻ ഇന്ത്യക്ക് അനുവാദം കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചർച്ചകൾ നടത്തി തീരുമാനമായി കഴിഞ്ഞു.
അപ്പോൾ റഷ്യയോടൊരു സോഫ്റ്റ് കോർണർ ഇപ്പോൾ ഇവർ കാണിക്കുന്നുണ്ട്. കാര്യം എന്താ? റഷ്യയും കൂടി ഇറാനെ പിന്തുണച്ച് കഴിഞ്ഞാൽ അമേരിക്ക അവിടെ ഉണ്ടല്ലോ, തൊപ്പിയിട്ട് പോകും. തൊപ്പിയിട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണ് ഈ ക്യൂബയ്ക്ക് ഇതൊക്കെ അനുവദിച്ചു കൊടുത്തത്. അവർ രഹസ്യമായിട്ട് നമ്മളറിയാത്ത തരത്തിൽ ഒരു അന്തർധാര, നമ്മളെ തെരഞ്ഞെടുപ്പിലൊക്കെ പറയുന്ന ഡീൽ അവർ തമ്മിൽ നടന്നിട്ടുണ്ട്. റഷ്യ ഇപ്പോൾ ഉക്രൈനെ കണ്ടില്ലേ? ഉക്രൈനെ ഇപ്പോൾ എന്ത് റഷ്യ ചെയ്താലും അമേരിക്ക ചോദ്യം ചെയ്യില്ല. കാരണം വീണ്ടും ഒരു അന്തർധാര, ഒരു ഡീൽ അവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ ക്യൂബ ഇപ്പോൾ ഈ റഷ്യയുടെ എണ്ണ കിട്ടിയില്ലെങ്കിൽ നശിച്ച് നാറാണക്കല്ല് വെക്കുമായിരുന്നു. ആ പരുവത്തിലായി കഴിഞ്ഞു. ആ സമയത്താണ് റഷ്യയിൽ നിന്ന് എണ്ണ കൊടുക്കാനൊരു അനുവാദം വന്നത്. പ്രാണവായുവാണ് കൊടുക്കാൻ ട്രംപ് ആര് സമ്മതിക്കുന്നു? റഷ്യയുടെയും അതുപോലെ തന്നെ ക്യൂബയുടെയും പ്രഥമ ശത്രുവായിട്ടുള്ള ബദ്ധശത്രുവായിട്ടുള്ള അമേരിക്കയെ ഇപ്പോൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ വമ്പിച്ച അന്തർധാരകളുണ്ട്. മനസ്സിലായോ? അമേരിക്ക ബഹുമാനിക്കുന്നത് ശക്തിയുള്ള രാഷ്ട്രങ്ങളെയാണ്. ചെറിയ ചെറിയ വെനിസുല പോലുള്ള ക്യൂബ പോലുള്ള രാഷ്ട്രങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. ഈ റഷ്യയുടെ മുഖം കറുത്തു കഴിഞ്ഞാൽ അത് ഇറാനിലെ യുദ്ധത്തിൽ വൻ പരാജയത്തിൽ കലാശിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ റഷ്യയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർ പോകുന്നത്. അതിന് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇറാനിലെ യുദ്ധത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്നുള്ളതായിരിക്കും. റഷ്യ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച S-400 എന്ന് പറയുന്ന എയർ കമാൻഡ് സിസ്റ്റം രഹസ്യമായിട്ട് റഷ്യ ഇറാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഏത് വഴിക്കുള്ള ഒരു പ്രതിരോധവും സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണത്. ഇപ്പോൾ ആളുമായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അവരെ ഇറാനെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഹൂത്തികൾ എന്ന് പറയുന്നത് ഗറില്ല വാർഫെയർ നല്ലപോലെ അറിയാവുന്ന അത് ഇറാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ അവർക്ക് ഒരു വലിയ വിജയം സമ്മാനിക്കാൻ പോകും. എന്ന് മാത്രമല്ല, ചെങ്കടലിൻ്റെ താക്കോൽ ഇപ്പോൾ ഇരിക്കുന്ന ഹൂത്തികളുടെ കയ്യിലാണ്. യമനിൻ്റെ തീരമാണല്ലോ അത്. ആ യമൻ്റെ പോരാളികളാണ് ഇവർ. പട്ടാളക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് ഭീകരവാദവും ഒക്കെ ചേർന്ന യുദ്ധസജ്ജരായിട്ടുള്ള ആൾക്കാരാണ് അവർ. അമേരിക്കൻ കപ്പലുകളെ വരെ തടയാൻ കഴിവുള്ള ഒരു ശക്തിയുമാണത്. വലിയൊരു ഭീഷണിയുമാണത്. ചെങ്കടലിൻ്റെ തീരത്ത് സൂയസ് കനാലിൽ കൂടെയുള്ള യാത്രയും കൂടി അവസാനിപ്പിക്കാൻ പറ്റുന്നു. അപ്പോൾ ലോകത്തിൻ്റെ അമേരിക്കയുടെ മേലുള്ള സമ്മർദ്ദം ഇനി ഇതിൻ്റെ 10 മടങ്ങാവാൻ പോകുക, ശതഗുണീഭവിക്കാൻ പോവുകയാണ്. ഈ സമ്മർദ്ദത്തിനധികം അടിപ്പെട്ട് കഴിയാൻ US കഴിയില്ല. ഇപ്പോൾ കണ്ടു, ഗൾഫ് രാജ്യങ്ങൾ കുവൈറ്റിൽ ഓയിൽ സ്പില്ലുണ്ടായിരിക്കുക. അതായത് കുവൈറ്റിലെ ഒരു റിഫൈനറി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എണ്ണയെല്ലാം കൂടെ കടലിലേക്ക് പോയിരിക്കുക. ഓയിൽ സ്പിൽ വലിയ, കടലിന് മാത്രമല്ല മനുഷ്യർക്കും വലിയ ഭീഷണിയായിട്ടുള്ള സാധനം. മത്സ്യസമ്പത്തെന്ന് പറയുന്നത് അവിടെ ഇല്ലാതാവുകയാണ്. ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ മത്സ്യപിടുത്തം, അതിൻ്റെ വ്യാപാരം വലിയ പ്രധാനപ്പെട്ട ഒരു വ്യവസായവുമാണ്. മനുഷ്യരുടെ നിത്യ ഭക്ഷണങ്ങളിൽ പെട്ടൊന്നുമാണ് മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം തീർന്നു. പിന്നെ രണ്ടാമത്തെ ഒരു മിസൈൽ പോയി വീണത് അമേരിക്കയുടെ സഹായത്തോടു കൂടി നടപ്പാക്കുന്ന ഒരു ഡീസലൈനേഷൻ പ്ലാന്റിലാണ്. അതായത് കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന അവിടെ ഒരു സൂചനയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗൾഫിലെ ആളുകൾക്ക് ശുദ്ധജലം കുടിച്ച് മരിക്കാൻ പറ്റില്ല. പെട്രോൾ കുടിക്കാൻ പറ്റും, കടൽ വെള്ളം കുടിക്കാൻ പറ്റും. ഇത് രണ്ടുമേ ഉള്ളൂ പിന്നെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഗുരുതരമായ സ്ഥിതിയിൽ അമേരിക്ക ലോകത്തെ തള്ളിയിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗൾഫുകാരിപ്പോൾ പറയുന്നത് അമേരിക്കയ്ക്ക് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്താണ് അവരുടെ ഈ ബേസുകൾ ഇവിടെ സ്ഥാപിച്ചത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക്. അവരിപ്പോൾ സുരക്ഷയല്ല, ഭീഷണിയാണ്. ആ കുട ഞങ്ങൾ വാങ്ങിച്ചത് ഞങ്ങൾക്ക് അബദ്ധമായിപ്പോയി. ആ കുട ഇപ്പോൾ തരുന്നത് ഞങ്ങൾക്ക് തണുപ്പല്ല, തണലല്ല, മറിച്ച് അവർ തരുന്നത് ചൂടാണ്, പൊള്ളുന്ന വെയിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷെ അവർ പുറത്ത് അത് പറയാത്തതിൻ്റെ കാര്യം അമേരിക്കയെ അവരിപ്പോൾ പേടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.